ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ ഗംഗാവലി പുഴയിൽ നടക്കുകയാണ്. ട്രക്കിന്റെ ഭാഗങ്ങൾ ഹൈഡ്രോളിക് ജാക്കിയും ഒപ്പം അർജുന്റെ ട്രക്കിൽ മരങ്ങൾ ബന്ധിപ്പിച്ചിരുന്ന കയർ കഷണങ്ങളും കണ്ടെത്തിയ ഇടങ്ങളിലാണ് ഇപ്പോൾ സൂക്ഷ്മ പരിശോധന നേവി നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി എ കെ അഭിലാഷ് നമുക്കൊപ്പമുണ്ട്. എ കെ അഭിലാഷ്, 1 മണിക്കൂറായി 3 ഡിങ്കി ബോട്ടുകൾ തുടരുന്നത് ആ ബോയെ ബന്ധിപ്പിച്ച ഇടത്താണ്. അവിടെ സൊണാർ പരിശോധനയടക്കം നടക്കുന്നുണ്ട് എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കൃത്യമായി ആ ലോറിയുടെ സാന്നിധ്യം സ്ഥിരീകരിക്കുക, അതിലേക്ക് കടക്കുകയാണോ ദൗത്യസംഘം? തീർച്ചയായിട്ടും ഇതിൽ പ്രധാനമായും ലോറിയുടെ കിടപ്പ് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള പരിശോധനകൾ തന്നെയാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ 2 വഞ്ചികൾ കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട്, തോണികൾ കൂടി അങ്ങോട്ട് വന്നിട്ടുണ്ട്. ഏതായാലും വിപുലമായ ഒരു തെരച്ചിലും പരിശോധനയും അവിടെ നടക്കുന്നുണ്ട്. സാങ്കേതികമായുള്ള പരിശോധന തന്നെയാണ് പ്രധാനമായും അവിടെ നടക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ലോറി എത്രത്തോളം ആഴത്തിലാണ്, അതിൻ്റെ മുകളിൽ എന്തെങ്കിലും വസ്തുക്കളുണ്ടോ, അതോടൊപ്പം തന്നെ അത് എടുത്തു മാറ്റുന്നതിന് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണുള്ളത്, മരങ്ങളല്ലാതെ മറ്റേതെങ്കിലും പാറക്കഷ്ണങ്ങളോ ഒക്കെ ആ ഭാഗത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് വ്യക്തത വരുത്തേണ്ടതുണ്ട്. പ്രധാനമായും 1 മണിക്കൂറിനകം തന്നെ ഈ ക്രെയിൻ അടക്കമുള്ള സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ സമയത്തിനകം തന്നെ പ്രാഥമികമായുള്ള എല്ലാ പരിശോധനകളും പൂർത്തീകരിച്ച് ക്രെയിനിലേക്ക് ഈ മരങ്ങളിൽ ഇരുമ്പ് വടം കെട്ടി പുറത്തേക്ക് എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള അതിൻ്റെ ഒരു മുന്നൊരുക്കം എന്നുള്ള നിലയിലുള്ള ഒരു പരിശോധനയും കൂടിയാലോചനകളും തന്നെയാണ് ഇപ്പോൾ നാവിക സംഘവും അതോടൊപ്പം തന്നെ NDRFിൻ്റെ സംഘം കൂടി ചേർന്ന് അവിടെ ഈ സ്പോട്ട് 2-ൽ നടത്തുന്നത്. പ്രധാനമായും ഇന്നലെ കയർ കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ആ തെരച്ചിൽ നടക്കുന്നത്. അതോടൊപ്പം തന്നെ നാവികസേനയുടെ ഒരു സ്കൂബ അംഗം ഇപ്പോൾ പുഴയിലേക്ക് ഇറങ്ങി പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും കൂടി വ്യക്തമാക്കുന്നത് അതിൻ്റെ ലോറിയുടെ കിടപ്പ് ഏത് രീതിയിലാണെന്ന് കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ആ ട്രക്ക് കിടക്കുന്നത് എങ്ങനെയാണെന്ന് കണ്ടെത്തിയാൽ വളരെ വേഗത്തിൽ തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ കഴിയും. അതിലുള്ള പരിശ്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നടക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ അടിത്തട്ടിലുള്ള കല്ലും മണ്ണും അതോടൊപ്പം തന്നെ അതിനോട് പൊതിഞ്ഞു നിൽക്കുന്ന രീതിയിലുള്ള ഈ മലയിൽ നിന്ന് മണ്ണിനോടൊപ്പം വന്നിരിക്കുന്ന ഈ മരക്കഷ്ണങ്ങളുമൊക്കെ ഏത് രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി കാണാൻ കഴിയും. ഈശ്വർ മാൽപ്പെ ആ ബോയെ കേന്ദ്രീകരിച്ച് അവിടെയാണ് തെരച്ചിൽ നടത്തുകയും ചെയ്തത്. അതിന് തൊട്ടടുത്ത് തന്നെയായി നാവികസേന അംഗം കൂടി അവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി കൊണ്ട് തന്നെ ഇപ്പോൾ പുഴയിലിറങ്ങി ആഴത്തിലേക്കുള്ള ഒരു തെരച്ചിലേക്ക് അവർ കടന്നിരിക്കുന്നു. അതിൽ പ്രധാനമായും അല്പസമയങ്ങൾക്കകം തന്നെ ക്രെയിൻ എത്തിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഉടൻ തന്നെ അടിത്തട്ടിൽ കിടക്കുന്ന ഈ മരത്തടികൾ പുറത്തേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങൾ നടത്തണം. അതിനെന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചനകളും അത് ഏതൊക്കെ രീതിയിലാണ് ഒരു ഫിസിക്കൽ വെരിഫിക്കേഷൻ നടത്തുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ അവരുടെ ഭാഗത്ത് നടക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും NDRFിൻ്റെയും ഈ നാവികസേനയുടെ മുഴുവൻ അംഗങ്ങളും പുഴയുടെ ഈ ഭാഗത്ത് തന്നെ, അതായത് ഈ കയർ കണ്ടെത്തിയിരിക്കുന്ന ആ ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ 2 തോണികൾ കൂടി ആ ഭാഗത്തുണ്ട്. ആദ്യഘട്ടത്തിൽ അവർ ചെയ്തിരിക്കുന്നത് ഈ പുഴയിൽ ഇത്തരത്തിൽ കലങ്ങി മറിഞ്ഞിരിക്കുന്ന വെള്ളമായതുകൊണ്ട് തന്നെ അതിനെ ഇളക്കി വിടാനുള്ള ശ്രമം അവരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുഴ അല്പം ഒന്ന് തെളിഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം. ഏതായാലും പുഴയിൽ ഒഴുക്ക് വളരെ താഴ്ന്ന നിലയിൽ തന്നെയാണ് എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പുഴയിൽ താഴോട്ടിറങ്ങിയുള്ള പരിശോധനയ്ക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടില്ല. ഈ വെള്ളം കൂടി തെളിഞ്ഞ് വന്നാൽ വളരെ പെട്ടെന്ന് തന്നെ പുഴയിലെ തെരച്ചിൽ നടത്താൻ കഴിയുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇപ്പോൾ ഈശ്വർ മാൽപ്പയുടെ സമീപത്തേക്ക് NDRFിൻ്റെ ബോട്ട് അങ്ങോട്ട് നീങ്ങുകയാണ്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ തോണി കൂടി അങ്ങോട്ട് എത്തുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സംശയകരമായ എന്തെങ്കിലും വസ്തുക്കൾ അവിടെ കണ്ടോ എന്നുള്ളതാണ് അവിടെ നോക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈശ്വർ മാൽപ്പയുടെ തോണിയിൽ നിന്ന് ഇപ്പോൾ കയർ താഴോട്ട് ഇട്ട് കൊടുക്കുന്നതായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് പിടിച്ച് താഴോട്ട് പോകാനുള്ള ഒരു നീക്കമായിരിക്കും. പ്രധാനമായും അവിടെ മരച്ചില്ലകൾ ഉള്ളതുകൊണ്ട് തന്നെ കയർ പിടിച്ച് പോയില്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം നേരത്തെയൊക്കെ ഈശ്വർ മാൽപ്പെ ഈ കയറൊന്നും ഇല്ലാതെ ഈ സേഫ്റ്റി റോപ്പും ഒന്നും ഇല്ലാതെയായിരുന്നു പുഴയുടെ പല ഭാഗങ്ങളിലും പരിശോധനയും തെരച്ചിലൊക്കെ നടത്തിയിരുന്നത്. പക്ഷേ നാവികസേനാംഗങ്ങൾ കൃത്യമായി കയറൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മുകളിലേക്ക് സിഗ്നൽ നൽകുന്ന തരത്തിൽ തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ സുരക്ഷയോടുകൂടി തന്നെയായിരുന്നു തെരച്ചിൽ നടത്തിയതെങ്കിൽ ഈശ്വർ മാൽപ്പെ അതിൽ നിന്ന് വ്യത്യസ്തമായി തൻ്റെ പരിചയസമ്പന്നത ഉപയോഗിച്ചുകൊണ്ട് കയറൊന്നും ഇല്ലാതെ തന്നെ പുഴയുടെ അടിത്തട്ടിലുള്ള ഒരു തെരച്ചിലായിരുന്നു നടത്തിയത്. പക്ഷേ ഇപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായി കയറിട്ട് കൊടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു പക്ഷേ അത് പിടിച്ചുകൊണ്ട് പുഴയുടെ അടിത്തട്ടിലേക്ക് പോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. പ്രത്യേകിച്ചും അവിടെ മരക്കൊമ്പുകൾ അടക്കം നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കാൻ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ എളുപ്പത്തിൽ കഴിയുമെന്നുള്ള നിലയ്ക്ക് തന്നെയായിരിക്കും ആ ഒരു രീതിയിലേക്ക് പോകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഈശ്വർ മാൽപ്പയുടെ സംഘാംഗങ്ങളുടെ ബോട്ടും അതോടൊപ്പം തന്നെ നാവികസേനാംഗങ്ങളുടെ ഡിങ്കി ബോട്ടുകളും
അടുപ്പിച്ച് എത്തിച്ചിരിക്കുന്നു. അവിടെ അവർ കൂടിയാലോചനകൾ നടത്തുന്നുണ്ട്. കൂടുതൽ ഏതെങ്കിലും തരത്തിൽ മുന്നോട്ട് പോകാൻ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള കാര്യത്തിലൊക്കെ ഉള്ള രീതിയിലുള്ള ആശയവിനിമയം തന്നെയാണ് നടത്തുന്നത്. അല്പം ദൂരെ മാറി NDRFിൻ്റെ 2 ഡിങ്കി ബോട്ടുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഏതായാലും അവിടെ കാര്യമായി ഇതിലുള്ള ഒരു പരിശോധനയിലേക്ക് പോകാനുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ ഡൈവേഴ്സ് പുഴയിലേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ കൂടി ഉണ്ട്. കാരണം അല്പസമയങ്ങൾക്കകം തന്നെ ക്രെയിൻ സംവിധാനങ്ങൾ ഇവിടെ എത്തിക്കും. അതിനു മുമ്പ് തന്നെ ഇവിടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കി നിർത്തേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ വൈകുന്നേരത്തോടു കൂടി തന്നെ ആ നദിയുടെ അടിത്തട്ടിലെ ആ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയിൽ തന്നെയായിരിക്കണം ഇവിടെ ഇപ്പോൾ കാര്യങ്ങൾ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.